Q40 ബാച്ചിലെ മിടുക്കന്മാരും മിടുക്കിയാരും അവരുടെ സ്വന്തം സംഗീത മിസ്സാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. സോ നമുക്ക് ഇവരുടെ ബ്രില്യന്റിലുള്ള എക്സ്പീരിയൻസുകളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പൊ അതിന് മുന്നേ തന്നെ എല്ലാവരും നിങ്ങളുടെ പേരും എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ നീറ്റിന്റെ സ്കോറും ഒന്ന് വേഗം പറഞ്ഞോളൂ കേട്ടോ. എന്റെ പേര് ഹൃദയ ജിജു, ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. എന്റെ നീറ്റ് സ്കോർ 571. എന്റെ പേര് ഗൗരി, ഞാൻ പാലയിൽ നിന്നാണ് വരുന്നത്. എന്റെ നീറ്റ് സ്കോർ 582. എന്റെ പേര് ഫാത്തിമത്തി ജിഹാന, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. എന്റെ സ്കോർ 592. എന്റെ പേര് ശ്രീനിധി കെ മേനോൻ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എന്റെ നീറ്റ് സ്കോർ 554. എന്റെ പേര് ഗായത്രി പ്രദീപ്, ഞാൻ ആലപ്പുഴ നിന്ന് വരുന്നത്. എന്റെ നീറ്റ് സ്കോർ 548. എന്റെ പേര് സൽവ, ഞാൻ കോതമംഗലത്തിൽ നിന്നാണ് വരുന്നത്. എന്റെ നീറ്റ് സ്കോർ 554. എന്റെ പേര് ഫാത്തിമ ഫിദ, ഞാൻ എടപ്പാളിൽ നിന്നാണ് വരുന്നത്. എന്റെ സ്കോർ 570. എന്റെ പേര് സഫ്ന, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. എന്റെ സ്കോർ 563. എന്റെ പേര് അമൃത, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എന്റെ സ്കോർ 545. എന്റെ പേര് സഫ എം ടി, ഞാൻ പട്ടാമ്പിയിൽ നിന്ന് വരുന്നു. എന്റെ നീറ്റ് സ്കോർ 575. എന്റെ പേര് അഭിജിത്തം, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. എന്റെ സ്കോർ 559. എന്റെ പേര് അരവിന്ദ്, പാലക്കാട് നിന്ന് വരുന്നു. സ്കോർ 569. എന്റെ പേര് രാഹുൽ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. നീറ്റ് സ്കോർ 540. സോ എല്ലാവരും അവരുടെ നീറ്റ് സ്കോറും എവിടെ നിന്നാണ് വരുന്നത്, അവരുടെ പേരും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചോദിക്കാനുള്ളത് അവരുടെ സ്വന്തം സംഗീത മിസ്സിനോടാണ്. അപ്പൊ മിസ്സേ, ഇത്രയും പേർക്ക് ഈ ഒരു ബാച്ചിൽ നിന്ന് നല്ലൊരു മാർക്ക് കിട്ടാൻ ടീച്ചർക്കുള്ള പങ്ക് വളരെ വലുതാണ്. സോ മിസ്സിന് എന്താണ് മിസ്സിന്റെ മക്കളെ കുറിച്ച് പറയാനുള്ളത്? Q40 ബാച്ച് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണ് ഇവരെല്ലാരും. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ എക്സാം എഴുതി നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. അതിലേറെ സന്തോഷമുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ എക്സാംസും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അവർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. അതിന് സപ്പോർട്ടായിട്ട് നിന്ന കോർഡിനേറ്റേഴ്സും ഡയറക്ടേഴ്സും എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പൊ മിസ്സിന് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് മിസ് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇനി മിസ്സിനെ കുറിച്ച് പറയാൻ ഒരുപാട് വാക്കുകൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ വേഗം ഒന്ന് പറഞ്ഞോളൂ മിസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ. Q40 ബാച്ചിന്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്റെ സംഗീത മിസ്സാണ്. മിസ്സിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും എത്തൂല. പിന്നെ ഓരോ എക്സാം ചെയ്യുമ്പോഴും മിസ്സിന്റെ ഓരോ മോട്ടിവേഷനും മിസ് ഓരോ കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞുതരും. ഇങ്ങനെ ചെയ്യണം, ഒരു ടൈം ടേബിൾ വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുതരുമ്പോ നമുക്കും കൂടി കുറച്ച് എഫക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ അത് വെച്ച് മുന്നോട്ട് പോകുമ്പോ കുറച്ചുകൂടി നമുക്കൊന്ന് കയറാൻ കഴിയുന്നു. അപ്പൊ മിസ് അടിപൊളിയാണ്. സംഗീത മിസ്സിനെ പറ്റി പറയുമെങ്കിൽ മിസ് ഞങ്ങൾക്ക് എപ്പോഴും വളരെയധികം മോട്ടിവേഷൻ തന്നിട്ടുള്ളതാണ്. എപ്പോഴെങ്കിലും മാർക്ക് കുറവാകുമ്പോഴും ഒരിക്കലും വിഷമിക്കരുതെന്ന് പറഞ്ഞിട്ട് അടുത്ത എക്സാമിന് നല്ലോണം പ്രിപ്പയർ ചെയ്ത് ഹാൻഡിൽ ചെയ്യുക, അതാണ് എപ്പോഴും മിസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഞങ്ങൾക്ക് ഈ ഒരു വിക്ടറി കരസ്ഥമാക്കാൻ സാധിച്ചതിന് ഒരു മെയിൻ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സംഗീത മിസ് തന്നെയാണ്. താങ്ക് യു മിസ്. Q40യുടെ സംഗീത മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിസ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് നമുക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മിസ് പെട്ടെന്നൊന്നും വിടൂല. നമുക്കെല്ലാം മോട്ടിവേഷൻ തന്ന് അടുത്ത എക്സാമിന് വേണ്ടി ഇപ്പൊ നമുക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞിട്ട് നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്ത് നല്ല റാങ്കിലേക്ക് എത്തിക്കാനും മാർക്കിലേക്ക് എത്തിക്കാനും മിസ് വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടായാലും മിസ് അത് ചോദിച്ച് മനസ്സിലാക്കും. ഇപ്പം വീട്ടുകാരെ വിളിച്ച് വീട്ടുകാർക്കും നല്ല സപ്പോർട്ട് മിസ് കൊടുക്കും. അപ്പോ മിസ്സിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും മിസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന് കണക്കായിട്ട് നമ്മളും പഠിച്ച് നീറ്റിന് എല്ലാവരും ഒട്ടുമിക്ക ആളും തന്നെ നല്ല സ്കോർ നേടി കൊടുത്തിട്ടുണ്ട് മിസ്സിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടും. സോ എനിക്ക് മിസ്സിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി തോന്നിയിട്ടുള്ളത്, മിസ്സോട് നമ്മൾ എന്ത് പ്രോബ്ലം പോയിട്ട് പറഞ്ഞാലും മിസ് അതിന് ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നമുക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ നമ്മൾ മിസ്സിനോടായി പോയി പറഞ്ഞാൽ മിസ് നമുക്ക് വേറെ ഒരു സ്ട്രാറ്റജി പറഞ്ഞു തരും. നമ്മൾ അത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ആവുന്ന പോലെ തോന്നാറുണ്ട്. എനിക്കത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ മിസ്സിനോട് ഇനി ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. താങ്ക് യു മിസ്. വീക്ക്ലി എക്സാംസിനായാലും അതുപോലെ തന്നെ മോഡൽ എക്സാംസിനായാലും മാർക്ക് കൂടുമ്പോഴും കുറയുമ്പോഴും നമ്മോടൊപ്പം മിസ് നമ്മളെ എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മിസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ Q40യുടെ വിജയം തന്നെ മിസ്സിന്റെ കയ്യിലാണ്. മിസ്സിന്റെ സപ്പോർട്ടോട് കൂടിയാണ് നമുക്ക് ഇത്രയും പേർക്കും ഫ്യൂച്ചറിൽ ഒരു ഡോക്ടർ ആവാൻ സാധിച്ചത്. താങ്ക് യു മിസ്. സംഗീത മിസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മിസ് അടിപൊളിയാണ്. മിസ് ഭയങ്കര കെയറിംഗ് ആണ്, ഭയങ്കര ലവിങ് ആണ്. മിസ് ഹോസ്റ്റലിലാണെങ്കിലും നമ്മളെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് വിളിച്ചിട്ട് സംസാരിക്കുമായിരുന്നു. പിന്നെ എക്സാംസിന് മാർക്ക് പറയുമ്പോഴും മിസ് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയാണ്.
സംഗീത മിസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിസ്സായിട്ടല്ല ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെയായിരുന്നു. ഓരോ ഉയർച്ചയിലാണെങ്കിലും താഴ്ചയിലാണെങ്കിലും മിസ് എപ്പോഴും ഒരേപോലെ തന്നെയായിരുന്നു. നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുമ്പോഴത്തേക്കും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും, പക്ഷെ അതൊരിക്കലും നമ്മളെല്ലാം അച്ചീവ് ചെയ്തു എന്ന് തോന്നരുതെന്ന് മിസ് എപ്പോഴും പറയായിരുന്നു. എന്നാൽ കുറവ് മാർക്ക് കിട്ടുമ്പോൾ അതല്ല നമ്മുടെ മാർക്ക്, ഇനി നമുക്ക് എക്സാമിനാണെങ്കിലും അതിൽ കൂടുതൽ മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നു. ഇപ്പൊ എനിക്കറിയാം, ഞാൻ ഓരോ മോഡൽ എക്സാം ഒക്കെ എഴുതുമ്പോഴാണെങ്കിലും എനിക്ക് കുറയുമ്പോൾ മിസ്സിന്റെ അടുത്ത് എല്ലാം കരയാറുണ്ടായിരുന്നു. മിസ് അപ്പോഴൊക്കെ ഫുൾ സപ്പോർട്ടീവ് ആയിട്ടാണ് നിന്നത്. എന്നിട്ട് എന്നോട് പറയൂ, നീറ്റ് എക്സാമിനാണെങ്കിലും നന്നായിട്ട് എഴുതാൻ പറ്റും. എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഒത്തിരി വിളിച്ച് മിസ്സിന്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞിട്ടുള്ള. അപ്പോഴും മിസ് പറഞ്ഞില്ല കരയണ്ട, നമുക്ക് റാങ്ക് വരുന്ന പോലെ നോക്കാം. അങ്ങനെ ഞാൻ നോക്കി നിന്നതാ. ഞാൻ ശരിക്കും നീറ്റ് കിട്ടുന്നവരെ ഓർത്തൊരാളല്ല. അപ്പൊ മിസ്സിന്റെ ഒരു മോട്ടിവേഷനും സപ്പോർട്ടൊക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ നിന്നത്. അപ്പൊ റിസൾട്ട് വന്നു, അപ്പൊ നല്ലൊരു വിജയം കിട്ടി. പിന്നെ ഈ ത്രൂ ഔട്ട് ജേർണി മിസ് വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുള്ള നമ്മുടെ ബാക്ക് ബോൺ ആയിട്ട് തന്നെ, Q40യുടെ ബാക്ക് ബോൺ ആയിട്ട് തന്നെ മിസ് നിന്നത്. നമ്മുടെ Q40യിൽ ഇത്രയും വിജയം ഉണ്ടാകാൻ തന്നെ കാരണം മിസ്സാണ്. മിസ് എപ്പോഴും ഞങ്ങളെ അടിപൊളിയായിട്ട് മോട്ടിവേറ്റ് ചെയ്താണ്. എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഞങ്ങൾ കൊണ്ടുപോയി. അല്ലാണ്ട് നീറ്റ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എഴുതുന്ന എക്സാം ആണെങ്കിൽ പോലും ഒരു ഗ്രൂപ്പ് വർക്കോട് കൂടിയാണ് മിസ് ഞങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. മിസ്സിന് ഒത്തിരി താങ്ക്സ്. അപ്പൊ സംഗീത മിസ് ഇല്ലാതെ Q40 ബാച്ച് ഇല്ലാതാണ് ഇവരെല്ലാരും പറയുന്നത്. അപ്പൊ ഭാവിയിലെ യുവ ഡോക്ടർമാരാകാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതേപോലെ തന്നെ എല്ലാവർക്കും ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.